സർക്കാരിൻ്റെ വീടുകൾ മാർച്ച് മാസത്തോടുകൂടി തീരാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. ഞാൻ ഇവിടേക്ക് വരുന്നത് കൽപ്പറ്റയിൽ നിന്നാണ്. കൽപ്പറ്റയിൽ രാവിലെ എഴുന്നേറ്റ് കൽപ്പറ്റ ടൗണിൽ നിന്നൊന്ന് നടക്കാൻ പോയി. 10 മിനിറ്റ് ഒരു ഇടവഴിയിലൂടെ ഒരു പഞ്ചായത്ത് റോഡാണ്, ഒരു കയറ്റം കണ്ടു. കാരണം തിരക്കൊന്നുമില്ലല്ലോ എന്ന് വെച്ച് നടന്നു വന്നപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട റോഡിലേക്കാണ് ഈ കൽപ്പറ്റയിൽ ചെന്ന് കയറിയത്. നോക്കുമ്പോൾ രാവിലെ 7-7:15 മണിക്ക് വലിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. ഈ നേരത്ത് കൺസ്ട്രക്ഷൻ വർക്കോ എന്ന സംശയം സ്വാഭാവികമായി വന്നു. അപ്പോൾ എനിക്ക് മുമ്പിൽ നടന്നൊരു സ്ത്രീയോട് ഞാൻ ഇതെന്താണ് ഈ നേരത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ നേരത്ത് എന്താണ് നടക്കുന്നത് ചോദിച്ചു പറഞ്ഞു, അതാണ് മോഡൽ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണമാണ് അവിടെ. അതായത് കൽപ്പറ്റ ടൗണിൽ നിന്ന് നമുക്ക് നടന്ന് 10 മിനിറ്റ് പോയാൽ മുണ്ടക്കയൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് തരം പ്രദേശമാണെന്ന്. അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കൽപ്പറ്റ ടൗണിലേക്ക് കൊണ്ടുവന്ന് 7-10 സെൻറ്റും കൊടുത്ത് അവിടെ രാപകൽ പണി നടക്കുകയാണ് വീടിൻ്റെ പല നിലകളിൽ. ഞാൻ നോക്കുമ്പോൾ ഈ ചെമ്മൺ വെട്ടിയിട്ട് ചെങ്കല്ല് വെട്ടി അവിടെ റോഡുണ്ടാക്കുന്നു, പല നിലകളിൽ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. അപ്പോഴാണ് അത് തീരുമ്പോൾ കൃത്യതയോടെ വീട് കൊടുക്കുന്നു പറഞ്ഞാൽ അവിശ്വസനീയമാണ്. സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. വളരെ ഗംഭീരമായി നാടിന്റെ പണം കൊണ്ട് നാടവർക്ക് ഞാൻ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ടാണ് പറയുന്നത്. അവിടെ മോഡൽ ടൗൺഷിപ്പ് ഉയരുകയാണ്, രാപകൽ പണി നടക്കുന്നത് നേരിട്ട് കണ്ട അനുഭവമാണ് ഞാൻ പറഞ്ഞത്.